ഇന്നിതാ നമ്മളെ ലിയോനെയും കൂട്ടിയിട്ട് സിയാൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ സിയാൻ്റെ അമ്മ സജിനേച്ചി രാവിലെ വീട്ടിൽ വന്നേരം പറഞ്ഞായിരുന്നു കുറേ ഇതന്നെ നമ്മളെ വീട്ടിലൊന്നും വരാതെ. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ തൊട്ട് വേഗം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ സമയം കിട്ടാറേ ഇല്ല ഇങ്ങോട്ടൊന്നും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ ഞായറാഴ്ചകൾക്ക് ശേഷമാണ് ഇന്നൊന്ന് ഫ്രീ ആയി കിട്ടിയത്. അപ്പോൾ ഇതാ ഞാനും ജോസും പിന്നെ വിദ്വലുണ്ട്. വിദ്വൽ എവിടെയോ ഇപ്പോൾ മുങ്ങിയിട്ടുള്ളത്. പിന്നെ ഇവിടെ സിയാൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളത്. സിയ നല്ല എക്സാമിൻ്റെ ചൂടിലുമാണ്. വിദ്വലിനാണെങ്കിൽ CBSE ആയതിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു. അപ്പോൾ സിയൊക്കെ എനിക്ക് തോന്നുന്നു ഇനി 1-2 എക്സാം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഉള്ളിലുള്ളതെന്ന് തോന്നുന്നു കക്ഷി. നമുക്കൊന്ന് നോക്കാമല്ലോ. നമുക്ക് ലിയോനെയും കൂട്ടിയിട്ട് പോവാം. ലിയോ എറിക്കോ. സിയേ ഹായ്. ഇതാ നമ്മളെ സിയ ഇത് ഇവിടെ തന്നെ ഉണ്ട്. എന്തായി എക്സാം എല്ലാം കഴിഞ്ഞാ? എത്രയുണ്ട് ഇനി എക്സാം? 3 ആറ്റം. എന്താ അവസ്ഥ നോക്കിയിട്ട് SLC ചെയ്തതിൻ്റെ കുട്ടിയെ പറഞ്ഞത് ഇനി 3 എക്സാമാന്ന് തോന്നുന്നു. ഇതാ അവസ്ഥ. ഇനി എന്തെല്ലാം എക്സാം അല്ലേ? നാളെ. മാത്സ് കഴിഞ്ഞാ? എങ്ങനെയുണ്ടായി? കുഴപ്പമില്ല. ഫുൾ A+ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടേ. ഭക്ഷണം കഴിച്ചാ? അടിപൊളി. അമ്മയുടെ ഇല്ല? ഭക്ഷണം കഴിച്ചാ? ഇതാണ് നമ്മളെ സജിനേച്ചി കോടിയേരി ഹോസ്പിറ്റലിലെ നേഴ്സാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചേ? എന്നാ സ്പെഷ്യലുള്ള? ഒന്നുമില്ല. നമുക്കൊന്ന് അടുക്കളയെല്ലാം പോയി നോക്കിയാലോ. വാ. തൽക്കാലം ലിയോനൊന്ന് പുറത്താക്കിക്കോ. അപ്പോൾ ഇവിടെ നിലവിൽ ഹസ്ബൻഡും വൈഫും 2 മക്കളും. ഷാരു എവിടെയാ പോയേ? ചേരിക്കലെന്താ? ഓ തെയ്യ. ബിജുവേട്ടൻ എവിടെയുള്ള? ആ അടിപൊളി. അപ്പോൾ ഇവരെ വീട് ഞാൻ ഒരിക്കൽ മുന്നേ വീഡിയോയിൽ കാണിച്ചായിരുന്നു. ഇതുണ്ടോ കംപ്ലീറ്റ് GI കൊണ്ട് ഇവർ കൂടുതൽ ഇൻറ്റീരിയറൊക്കെ ചെയ്തിരിക്കുന്നത്. നോക്കട്ടെ. സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ നല്ല കറിയും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ചുറ്റും വീടുകളാണ്. 8-9ഓളം വീടും ചുറ്റുമുള്ളത് കൊണ്ട് എവിടെയായാലും നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ആക്ച്വലി എല്ലാ വീട്ടിലെയും അവസ്ഥ ഇതാ. ഞണ്ടാട്ടാ. ഞണ്ട്, ചോറ്, സാമ്പാർ, ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാ വീട്ടിലും ഞണ്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാ സിയാൻ്റെ റൂം. പഠിപ്പിച്ചായതുകൊണ്ട് ഫുള്ള് ബുക്കിനെ കൊണ്ടുള്ള പ്രളയം. അപ്പം നമ്മൾ മെസ്സി ഫാനാട്ടോ. ഇത് ഞാൻ കൊടുത്ത സംഭവമായിട്ടോ. ഞാൻ വിദ്വലിനോട് ചെയ്യണമെന്ന് പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ പറഞ്ഞ സിയോട്. അപ്പം ഇങ്ങനെ ചെയ്യലുണ്ട്. അപ്പം പക്ഷേ ചെയ്യാറേ ഇല്ല. പറിച്ച് കളാ. രാവിലെ എഴുന്നേറ്റിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കൊടുത്ത സംഭവം ആ കുട്ടി ശ്രദ്ധിക്കാറ് പോലും ഇല്ല. ഇന്ന് നൈറ്റാണോ സജിനേച്ചിക്ക്? എവിടെ പോയി? ഇന്ന് നൈറ്റാണ് നിങ്ങൾക്ക്? എനിക്ക് സാധാരണ വീഡിയോയിൽ എഡിറ്റ് ചെയ്തിരുന്ന സിയ കേട്ടോ. ഏതിലൊക്കെയാണ്? ഇൻഷോട്ടിലും ക്യാപ്കട്ടിലും. അപ്പോൾ കൂടുതലും എഡിറ്റ് ചെയ്യുന്നത്. പക്ഷേ കക്ഷിക്ക് ഇപ്പോൾ പരീക്ഷേൻ്റെ ചൂടാണ്. ഇതാ പുകയെല്ലാം പോകുന്നുണ്ട് തലയിൽ കൂടി. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ സമയമില്ല. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് 2 മാസം ഫുൾ എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളിൽ സിയ ആയിരിക്കുക ചെയ്യുക. അല്ലേ? സെറ്റല്ലേ? സെറ്റാണ്. അപ്പോൾ സിയാൻ്റെ അച്ഛൻ ഇന്ന് ഇവിടെ ഇല്ല. ആളൊരു രസിക്കാനായിരുന്നു. പക്ഷെ ഇന്ന് ഇവിടെ ഇല്ലാണ്ടായിപ്പോയി. സിയാന്ന് വെച്ചാൽ സിയാൻ്റെ അമ്മ ഈ ഫുഡൊന്നും പരീക്ഷിക്കൂല. സാധാരണ നോർമലി ഉണ്ടാക്കുന്ന ഫുഡും കാര്യങ്ങളാക്കും. പക്ഷെ സിയാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് നോക്കിയിട്ട് കേക്ക്, പുഡിങ്, അങ്ങനെ വെറൈറ്റി സാധനങ്ങളല്ലോ. അതെല്ലാം ഞാൻ ഈ ഞാൻ ഈ വെക്കേഷനിൽ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. കാരണം 2 മാസം നമുക്ക് പൊളിക്കാതെ അന്വേഷിച്ച് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് ആ 2 മാസം എന്തായാലും പൊളിക്കണം. അതേപോലെ തന്നെ നമ്മളപ്പുറം വീട്ടിൽ ഗ്രൗണ്ടിൻ്റെ അടുത്ത് പിന്നെ നമ്മൾ ഷട്ടിൽ കോർട്ടും കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ വെക്കേഷൻ്റെ പിള്ളേരെല്ലാം ഫുള്ള് ഫോണിലായി പോകും. അതുകൊണ്ട് ചെറിയ ഷട്ടിൽ കോർട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവർ ക്യാരം ബോർഡിൻ്റെ കളി തുടങ്ങിയിട്ടുണ്ട് മുകളിൽ ടെറസിൽ നിന്ന്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ പരീക്ഷ ചൂട് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് കളി തുടങ്ങാം. ഓക്കെ. ജോസിന് പക്ഷേ 2 മാസം വെക്കേഷൻ ഇല്ലല്ലോ. എത്ര വെക്കേഷനുള്ളത്? 10 ദിവസമുള്ളൂ. കഷ്ടം. KVയിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ 10 ദിവസം വെക്കേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഫുൾ ടൈം നമ്മളെ വീട്ടിൽ തന്നെയാണ്.
നല്ല ഡാൻസറാണ് കേട്ടോ. ഇവിടെ ഒരു പക്ഷിക്കൂടുണ്ട് പോലും ചെടീൻ്റെ ഇടയിൽ. എവിടെയുള്ളേ? ആ ശരിയാ, നമ്മളെ വീട്ടിൽ ആ സ്റ്റാറിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു ഒരു പക്ഷിക്കൂട്. പക്ഷെ 2 മുട്ടയൊക്കെ ഉണ്ടായിരുന്നു, വീണ് പൊട്ടിപ്പോയി. കണ്ടിട്ടില്ലേ മുകളിൽ ടെറസിലുള്ള അവിടെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന വീടെല്ലാം കണ്ട, താഴെ കാണുന്ന വീടൊക്കെ അതേപോലെ അതിൻ്റെ ബാക്കിൽ ഒരെണ്ണമുണ്ട്, ഇപ്പുറം ഒരെണ്ണമുണ്ട്. ഇവിടെയൊക്കെ നമ്മളെ ഫാമിലി വീടുകൾ തന്നെയാണ് കേട്ടോ ഫുള്ളായിട്ട്. അതാ വിദ്യുൽ അതിലേ കൂടെ നടന്നു പോകുന്നുണ്ട്. അവിടെ ചക്ക ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ വീടിൻ്റെ പേര് കണ്ടോ, നെക്സ നെസ്റ്റ് എന്ന് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ ഈ ഒരു വീട്. ഈ വീടിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഒരു ഫ്ലോറിങ് കോൺട്രാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലോറിങ്ങിൽ വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട്. എല്ലാ ഡിസൈനും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട്. എനിക്ക് തോന്നിയത് മുന്നേ ഈ ഒരു വീടിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ യൂട്യൂബിലല്ല ഇൻസ്റ്റയിൽ ഏതിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വീണ്ടും കണ്ട് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല.